പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൻ്റെ നടപടിയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്തിൻ്റെ കല്ലാണ് യേശു. അതെ, ചിലർക്ക് അവൻ ഇടർച്ചയുടെ കല്ല, മറ്റു ചിലർക്ക് ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന മൂലക്കല്ല. ജീസസ് ഈസ് ബോത്ത് എ സ്റ്റംബ്ലിംഗ് സ്റ്റോൺ ആൻഡ് എ കോർണർ സ്റ്റോൺ. ഒരേ കല്ല് തന്നെ ചിലർക്ക് ഇടർച്ചയ്ക്ക്, മറ്റു ചിലർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരകല്ലായി മാറുന്നു എന്നതാ സത്യം. അവൻ്റെ മുമ്പിൽ ഇടർ വീഴുന്നവർ നാശത്തിലേക്കാണ് നിബന്ധിക്കുന്നത്. എന്നാൽ അവനെ ജീവിതത്തിൻ്റെ മൂലക്കല്ലായി തിരഞ്ഞെടുക്കുന്നവർ രക്ഷയുടെ വാതായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ക്രിസ്തുവിനോട് നാം എങ്ങനെയാണ് പ്രത്യുദ്ധരിക്കുന്നത് എന്നതാ നമ്മുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ പലർക്കും അവൻ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. മത നേതാക്കന്മാർക്ക് അവൻ ഇടർച്ചയായി, കാരണം അവിടെ കാവിടത്തിനെതിരെ അവൻ ചോദ്യം ചെയ്തു. ഫരിസേയർക്കും അവൻ ഇടർച്ചയുണ്ടാക്കി, കാരണം ചുങ്കക്കാരോടും പാപികളോടുമുള്ള അവൻ്റെ സംസർഗം മൂലം. റോമക്കാർക്കും അവൻ ഇടർച്ച തന്നെയായിരുന്നു. അവൻ്റെ ഇടപെടലുകൾ പലതും പൊതുസമാധാനത്തെ ഭംഗം വരുത്തുന്നതായിരുന്നതുകൊണ്ട്. ഇപ്പോൾ 21 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ലോകത്തിന് അവൻ ഇടർച്ചയുടെ അടയാളം തന്നെയാണ്. അവൻ്റെ പ്രബോധനങ്ങൾ അറിവിൻ്റെ അഹന്തയുള്ളവർക്ക് ഭോഷത്വമാണ്, അവസരവാദികൾക്ക് വിവാദമാണ്, ദുർമോഹികൾക്ക് വെല്ലുവിളിയാണ്, സ്വതർക്ക് വിലങ്ങുതടിയാണ്. കാൽവരിയിൽ പരാജയപ്പെട്ട് മരിച്ചവൻ ഇടർച്ചയ്ക്ക് മാത്രമേ കാരണമാകേണ്ടതുള്ളൂ. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. പലരുടെ ഇടർച്ചയ്ക്ക് കാരണമായ കല്ല് അനേകരുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന മൂലക്കല്ലായി മാറി. പലർക്കും അപ്രീതി ഉണ്ടാകുന്നൊരു സത്യം പറയട്ടെ. ഒരു മതത്തിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ നാം രക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കരുത്. സഭയിൽ അംഗമായതിൻ്റെ പേരിലോ, ജ്ഞാനസ്നാനം സ്വീകരിച്ചതിൻ്റെ പേരിലോ, ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിൻ്റെ പേരിലോ, നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ പേരിലോ, ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ പേരിലോ, ഉപവസിക്കുന്നതിൻ്റെ പേരിലോ, മിഷണറി ആയതിൻ്റെ പേരിലോ, പുരോഹിത സമർപ്പിതനായതിൻ്റെ പേരിലോ, ബൈബിൾ വായിക്കുന്നതിൻ്റെ പേരിലോ, ദരിദ്രരെ സഹായിക്കുന്നതിൻ്റെ പേരിലോ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് അത്യന്തികമായി വിശ്വസിക്കരുത്. അവയൊക്കെ തെറ്റായതുകൊണ്ടല്ല, അവ പൂർണ്ണമായും ശരി തന്നെയാണ്. എങ്കിലും ക്രിസ്തുവുമായിട്ട് നിനക്കുള്ള ബന്ധം എങ്ങനെയാണ് എന്നതാണ് നിൻ്റെ അന്ത്യവിധി നിർണ്ണയിക്കാൻ പോകുന്നത്. നീ ചെയ്തു കൂട്ടുന്ന സൽക്കർമ്മങ്ങളുടെ ബലത്തിൽ ക്രിസ്തുവിനെ ഒരിക്കലും ഒഴിവാക്കാമെന്ന് കരുതരുത്. നിത്യജീവിതം കരസ്ഥമാക്കുവാൻ ക്രിസ്തുവിന് പകരമായി നമ്മുടെ പുണ്യപ്രവൃത്തികൾ മാത്രം മതിയെന്ന ധാരണ വെറും മൗഢ്യമാണെന്നേ. നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ മത പരിസരം കൊണ്ടല്ല, ക്രിസ്തുവിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമേ നമ്മൾ വീണ്ടെടുക്കപ്പെടുകയുള്ളൂ. ആ ഒരു സത്യത്തിൻ്റെ മുൻപിലാണ് യഹൂദർക്ക് ക്രിസ്തു ഇടർച്ചയുടെ അടയാളക്കല്ലായി മാറിയത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അനേകർക്ക് അന്നുമെന്നും രക്ഷ കൈവിട്ടു പോകുന്നത്. ഇടറുന്നവർ വീണ്ടുകൊള്ളട്ടെ. നമുക്ക് അവൻ രക്ഷയുടെ മൂലക്കല്ല് തന്നെയാണ്. ആകയാൽ അവൻ്റെ കരം പിടിച്ച് നമുക്ക് യാത്ര തുടരാം. ആമേൻ.